ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷനുകളിൽ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, VR കൃഷ്ണയ്യർ പ്രഥമ കേരള മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉം ശരി. നിയമം വിദ്യുച്ഛക്തി, ജയിൽ നിയമം. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാണ്. എന്നാണ് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 126 അംഗങ്ങളാണ്. എത്രയാണ്? 126 അംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. 1957 ഏപ്രിൽ 5-ന് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ അധികാരമേറ്റു. പ്രഥമ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു TV തോമസ്. ഭക്ഷ്യം വനം വകുപ്പുകൾ കൈകാര്യം ചെയ്തത് KC ജോർജാണ്. പ്രഥമ കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു TA മജീദ്. വ്യവസായ വകുപ്പ് മന്ത്രി KP ഗോപാലനായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്റർ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ. ആദ്യത്തെ EMS മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആരായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. വിദ്യാഭ്യാസം, സഹകരണം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ, എക്സൈസ് വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രിയായിരുന്നു KR ഗൗരി. ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ഫിർമ 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ജാഗ്രതയോടെയുള്ള ഒരു ധനനയം പിന്തുടരുന്നതിന് വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുണ്ടാക്കിയതാണ് 2003 ഓഗസ്റ്റിലെ ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം. എന്താണ്? ജാഗ്രതയോടുള്ള ഒരു ധനനയം പിന്തുടരുന്നതിന് വ്യവസ്ഥാപിതമായ ചട്ടക്കൂട് ഉണ്ടാക്കിയതാണ് 2003 ഓഗസ്റ്റിലെ ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ഫിർമ. ഈ നിയമത്തിലെ എല്ലാ ചട്ടങ്ങളും 2004 ജൂലൈയിൽ നിലവിൽ വന്നു. വായ്പയും കമ്മിയും നിയന്ത്രിക്കുന്ന ഫലപ്രദമായ കടം നിർവഹണം, മതിയായ റവന്യൂ മിച്ചം നിലനിർത്തുക തുടങ്ങിയവയിലൂടെ ദീർഘകാല തുല്യത കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. ഈ നിയമം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ബാധകമെങ്കിലും സംസ്ഥാനങ്ങൾ ചട്ടങ്ങളെ അവലംബിച്ചുകൊണ്ട് പരിഷ്കരണ നടപടികൾ നടപ്പാക്കി കഴിഞ്ഞു. ഫിർമയുടെ പ്രധാന സവിശേഷതകൾ: ധനക്കമ്മി GDPയുടെ 3% താഴെയാക്കി നിലനിർത്താനും റവന്യൂ കമ്മി 2009 മാർച്ച് 31 ഒഴിവാക്കി പിന്നീട് മതിയായ റവന്യൂ മിച്ചം സൃഷ്ടിക്കാനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഈ നിയമം കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. ഓരോ വർഷവും ധനക്കമ്മിയും റവന്യൂ കമ്മിയും യഥാക്രമം GDPയുടെ 0.3%-ഉം 0.5%-ഉം വീതം കുറച്ചുകൊണ്ടുവരണമെന്ന് നിയമം നിർദ്ദേശിക്കുന്നു. ദേശസുരക്ഷ, ദേശീയ ദുരന്തങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് അസാധാരണമായി കരുതുന്ന മറ്റ് സന്ദർഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബജറ്റ് കമ്മി നിശ്ചിത ലക്ഷ്യത്തേക്കാൾ വർദ്ധിക്കാവുന്നതാണ്. ചെലവ് താൽക്കാലികമായി വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റാം എന്നല്ലാതെ വായ്പകൾ വാങ്ങരുത്. 2006-2007 മുതൽ കേന്ദ്ര ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരിക്കാരാവരുത്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണം. മധ്യകാല ധനനയ പ്രസ്താവന, നയതന്ത്ര പ്രസ്താവന, സ്ഥൂല സാമ്പത്തിക പ്രസ്താവന എന്നീ പ്രസ്താവനകൾ കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനയ്ക്കൊപ്പം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ കാലക്രമ പട്ടിക ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 3, 2, 1, 4. കാർഷിക വികസനം,
ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, സമഗ്ര വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആയിരുന്നു. ഒന്നാം പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956-61 ആയിരുന്നു. വ്യാവസായിക വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാന ഊന്നൽ നൽകിയ മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961-66 ആയിരുന്നു. സ്വയം പര്യാപ്തത, പ്രത്യേകിച്ചും ഭക്ഷ്യമേഖല, സമ്പദ്ഘടന എന്നിവയുടെ പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണിത്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969-74 ആയിരുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1974-79 ആയിരുന്നു. ഗരീബി ഘടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഏതാണ് ഗരീബി ഘടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1974-79. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1980-85 ആയിരുന്നു. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇത്. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985-90 ആയിരുന്നു. ആധുനികീകരണം, തൊഴിലവസരങ്ങളുടെ വർധന എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പദ്ധതിയാണിത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992-97 ആയിരുന്നു. മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണിത്. മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 50-ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പദ്ധതി. അപ്പോൾ 9-ാം പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 50-ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 9-ാം പദ്ധതിയുടെ കാലയളവ് 1997-2002 ആയിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം എന്താണ് 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 10-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002-2007 ആയിരുന്നു. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് മുഖ്യ ലക്ഷ്യമായി എടുത്ത പദ്ധതിയാണിത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം ശരി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം. ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചത് എവിടെയാണ്? ബംഗാളിനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചത് ബംഗാളിനെയാണ്. കാരണം എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേര് ആരായിരുന്നു? ബംഗാളികളായിരുന്നു. തീവ്ര ദേശീയത വളർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കപ്പെട്ടത്. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ബംഗാൾ സംസ്ഥാനത്തെ 2ആയി വിഭജിച്ചു. അന്നാണ് വിഭജനം നടന്നത്. 1905 ജൂലൈ 20 പൂർവ്വ ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 2ആയിട്ട് ബംഗാളിനെ വിഭജിച്ചു. ബംഗാൾ വിഭജനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചത് ഭരണ സൗകര്യവും കാര്യക്ഷമതയുമാണ്. ബംഗാൾ വിഭജനത്തിലൂടെ സംസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാമെന്നും തീവ്ര ദേശീയതയെ പിഴുതെറിയാമെന്നും ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ
16-നാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16-ന്. ബംഗാൾ വിഭജനം രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കി മറിച്ചു. സ്വദേശി പ്രസ്ഥാനം, ബഹിഷ്കരണം എന്നിവ ബംഗാൾ വിഭജനത്തിന്റെ സൃഷ്ടികളായിരുന്നു. 1911 ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കി. അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? 1911 ഹാർഡിഞ്ച് പ്രഭുവാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1911 ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ബംഗാൾ വിഭജനം എന്നാണ് ബംഗാൾ വിഭജനം നടന്നത് എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. പെരിഞ്ഞാൻകുട്ടി, ഇടമലയാർ. ചെറുതോണി, മുല്ലയാർ, പെരിഞ്ഞാൻകുട്ടി, മുതിരപ്പുഴ, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ. അപ്പോൾ ഏതൊക്കെയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ? ചെറുതോണി, മുല്ലയാർ, പെരിഞ്ഞാൻകുട്ടി, മുതിരപ്പുഴ, ഇടമലയാർ. ഏതൊക്കെയാണ്? ചെറുതോണി, മുല്ലയാർ, പെരിഞ്ഞാൻകുട്ടി, മുതിരപ്പുഴ, ഇടമലയാർ. ആലുവ, നേര്യമംഗലം, കാലടി, മലയാറ്റൂർ എന്നിവ പെരിയാറിന്റെ തീരത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ പെരിയാറിന്റെ തീരത്തെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആലുവ, നേര്യമംഗലം, കാലടി, മലയാറ്റൂർ. തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. അപ്പോൾ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ. ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, പൊന്നാനി എന്നീ സ്ഥലങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കക്കിയാർ, അഴുതയാർ, കാക്കടാർ, കല്ലാർ എന്നിവയാണ് പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ. പമ്പ, ചെറുകോൽപ്പുഴ, മാരമൺ, കോഴഞ്ചേരി, ആറന്മുള, ചെങ്ങന്നൂർ, പരുമല, വിയ്യപുരം എന്നീ സ്ഥലങ്ങൾ പമ്പാ നദിയുടെ തീരത്താണ്. അപ്പം മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്, ഏത് നദിയുടെ തീരത്താണെന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ഈങ്ങാപ്പുഴ, കുറുവൻപുഴ എന്നിവ ചാലിയാറിന്റെ പ്രധാന പോഷക നദികളാണ്. നിലമ്പൂർ, എടവണ്ണ, വാഴക്കാട്, മാവൂർ, ഫറോക്ക്, ബേപ്പൂർ എന്നീ സ്ഥലങ്ങൾ ചാലിയാറിന്റെ തീരത്താണ്. കാരപ്പാറപ്പുഴ, കുര്യാർകുട്ടി ആറ്, തൂണക്കടവ് ആറ്, ഷോളയാർ പുഴ എന്നിവയാണ് ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികൾ. അപ്പോൾ ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കാരപ്പാറപ്പുഴ, കുര്യാർകുട്ടി ആറ്, തൂണക്കടവ് ആറ്, ഷോളയാർ പുഴ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ പരിഗണിച്ച് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി 1 മാത്രം. അർജന്റീനയിലെ പുൽമേടുകളാണ് പമ്പകൾ. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻസ് എന്നറിയപ്പെടുന്നു. പിഗ്മികളുടെ മുഖ്യ ആവാസ മേഖലയാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള കാലാവസ്ഥാ മേഖലകളാണ് എന്ത്? മധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകൾ. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ വസിക്കുന്ന ഗോത്ര വർഗ്ഗക്കാരാണ് ബുഷ്മെൻ. എവിടെയാണ്? ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ വസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ബുഷ്മെൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമ സഹാറയിലെ നിവാസികളായ ഗോത്രവർഗ്ഗക്കാരാണ് ത്വാരക് വംശകർ. അറേബ്യൻ മരുഭൂമിയിലെ നിവാസികളായ ഗോത്രവർഗ്ഗക്കാരാണ് ബൊഡോയിനുകൾ. അറേബ്യൻ മരുഭൂമിയിലെ നിവാസികളായ ഗോത്രവർഗ്ഗക്കാരെ പറയുന്ന പേരെന്താണ്? ബൊഡോയിനുകൾ. പശ്ചിമ സഹാറയിലെ നിവാസികളായ ഗോത്രവർഗ്ഗക്കാരെ പറയുന്ന പേരാണ് ത്വാരക് വംശകർ. അടുത്ത ക്വസ്റ്റ്യൻ,
ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചത് ഡാഷിന്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ കാരണമായ സമിതിയാണ് 1946 ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തുടക്കത്തിലുണ്ടായിരുന്ന അംഗങ്ങൾ 389 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം 1946 ഡിസംബർ 6. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം.എൻ. റോയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് ജെ.ബി. കൃപലാനിയാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഏതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായ രേഖ ലക്ഷ്യപ്രമേയമാണ്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജനുവരി 22. ഇതിനകത്ത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 8. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് ദോഷകരമാകുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട്. ആൻസർ ഓപ്ഷൻ ബി, മാൻഡമസ്. എന്താണ്? ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് ദോഷകരമാകുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറണ്ടോ, സെർഷ്യൂററി എന്നിവയാണ് 5 ഇനം റിട്ടുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറണ്ടോ, സെർഷ്യൂററി തുടങ്ങിയവയാണ് 5 ഇനം റിട്ടുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായ ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഞങ്ങൾ കൽപ്പിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതെ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെ ഹനിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണിത്. കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയാൻ മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രോഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി. ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് സെർഷ്യൂററി എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. എന്തധികാരം കൊണ്ട് എന്നതാണ് ക്വോ വാറണ്ടോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. അപ്പോൾ ക്വോ വാറണ്ടോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം കൊണ്ട്. എന്ത് അധികാരം കൊണ്ട് എന്നാണ് ക്വോ വാറണ്ടോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.